ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെ അല്ലേ? ഞാനിപ്പോൾ ഉള്ളത് വൈരങ്കോടാണ്. വൈരങ്കോട് ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്നലെ വൈരങ്കോട് വേലയായിരുന്നു, വലിയ വേല. അപ്പോൾ വേല കഴിഞ്ഞു, വെള്ളിയാഴ്ച വേല കഴിഞ്ഞു, ഇന്ന് ശനിയാഴ്ച രാവിലെയാണ്. അപ്പോൾ വേല കഴിഞ്ഞിട്ടുള്ള ഇവിടുത്തെ ആൾക്കാരൊക്കെ പോവാണ്. അതേപോലെ ഒരുപാട് കാളകളുണ്ട്. കാളകളൊക്കെ അയച്ചിട്ട് അവർ കൊണ്ടുപോകുന്ന ഒരു രംഗങ്ങളും പിന്നെ ഇവിടുത്തെ അമ്പലപ്പറമ്പിൽ പൂരപ്പറമ്പിൻ്റെ പ്രത്യേകതകളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. എൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. മറ്റാരുമല്ല, നമ്മുടെ വൈരങ്കോടിൻ്റെ എല്ലാമായ വൈരങ്കോടിൻ്റെ കോച്ചായ അഖിലേന്ത്യാ ഫുട്ബോൾ ടീം മാനേജറായ സെമി വൈരങ്കോടുണ്ട്. സെമി, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണ്. വൈരങ്കോടിൻ്റെ ഇതാണ് നാട്ടിലത്തെ ഉത്സവം കഴിഞ്ഞ് നമ്മളെ നാട്ടിലത്തെ ഉത്സവം കഴിഞ്ഞ് ഇപ്പോൾ ഒരുപാട് കാളകളും ഒരുപാട് വരവുകളും നമ്മളെ അമ്പലത്തിൽ വന്ന് ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതുപോലെ നല്ല രീതിയിൽ ഉത്സവങ്ങൾ ഇനിയും ഉണ്ടാവട്ടെ. കാളൻ്റെ തലയാണ്, ഏതാ വരവ് എന്നുള്ള അറിയില്ല, എന്തായാലും സൂപ്പറായി. അപ്പോൾ ഇപ്രാവശ്യം ഒരുപാട് വരവുകളുണ്ടെന്ന്, ഒരുപാട് വരവുകളുണ്ട്, ഒരുപാട് കാളകളുണ്ട്. പിന്നെ ഇന്നലെ ഇവിടെ തന്നെയാണ് കിടന്നുറങ്ങിയത്, പോയിരുന്നു. ഇന്നലെ ഒരു 3:45 ഞാൻ ഇവിടുന്ന് പോയത്. ഇപ്പൊ രാവിലെ ഒരു 7-8 മണിയാകുമ്പോ തിരിച്ചു വന്ന് ഫുൾ ഏറ്റെടുത്തിട്ടുണ്ടല്ലേ? വൈരങ്കോട് ഫുൾ ഏറ്റെടുത്ത്. നമ്മളെ നാടല്ലേ, അപ്പൊ പിന്നെ എന്തായാലും നമ്മള് വേണ്ടേ എല്ലാ കാര്യത്തിലും. ഇപ്പൊ എപ്പോഴും ഒരുപാട് ജനങ്ങള് എല്ലാ ഇതിലുണ്ട്. ഇപ്പൊ ഒരുപാട് ആളുകള്, പിന്നെ ഓരോ സാധനങ്ങൾ രാവിലെ ഒരുപാട് പെണ്ണുങ്ങള്. ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെ കച്ചവടത്തിന്റെ ഒരു ഏരിയ കേട്ടോ. കച്ചവടത്തിന്റെ ഒരു ഏരിയ. ഇവിടെ കുട്ടികൾക്കുള്ള ബലൂൺ ഉണ്ട്, അതേപോലെ ചട്ടി ഉണ്ടാവും ഇവിടെ. ചട്ടി, അതുപോലെ നമ്മളെ നീറുമീന്, കണ്ണൻ ഉണ്ടാവും ഇവിടെ. പല നാട്ടിലും പല പേരുകളാണ് നമ്മളെ കണ്ണൻക്ക്. നമ്മളെ നാട്ടിൽ കണ്ണൻ എന്ന് പറയില്ല. ഒരുപാട് കച്ചവടക്കാരിതാ പിന്നെ കഴിഞ്ഞു പോകുന്നുണ്ട്, കച്ചവടം കഴിഞ്ഞു പോണവരുണ്ട്. അതുപോലെ ഒരുപാട് ആൾക്കാരുണ്ട്. സാധനങ്ങൾ ഏതെടുത്താലും 10-40 വരെ. ഒരുപാട് പൊടിയുണ്ട്, അത് നോക്കണ്ട, ഉത്സവമല്ലേ, എന്തായാലും ഉണ്ടാവും. എപ്പോഴും ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് സ്ത്രീകൾ. ഈ ഒരു ഏരിയയിലാണല്ലേ കച്ചവടത്തിന്റെ മെയിൻ കേന്ദ്രം. ഒരുപാട് ചട്ടികൾ കൊണ്ടുള്ള കരകൗശല വസ്തുക്കളൊക്കെ ഉണ്ട്. ഫ്ലവറാണിത്. ഇതാണ് ഫ്ലവർ അല്ലേ? ഇത് ഏത് ഫ്ലവറാണ്? ഫ്ലവർ ഇതാ, പിച്ചി, പല ഐറ്റം ഫ്ലവറുകൾ കാര്യങ്ങൾ. ഇവിടെ വിത്തുകളുണ്ട് കേട്ടോ സെമിയ. ഒരുപാട് വിത്തുകളുണ്ട്. ചെടിമുരിങ്ങ, ചെരങ്ങ, പാവക്ക, അങ്ങനെ ഒരുപാട് വിത്തുകളുണ്ട്. വിത്തുകളൊക്കെ വേണമെങ്കിൽ ഇവിടെ നോക്കാം. ഇവിടെ വളകളുണ്ട്, പല ടൈപ്പ് വളകളുണ്ട്. ഇവിടെ ചെറിയ ചെറിയ കൂജകള്, പിന്നെ അതുപോലെ ഗ്ലാസുകൾ, നല്ല സെറ്റപ്പ് ഗ്ലാസുകൾ, കൂജകൾ. പിന്നെ ഇതാ ചെറിയ നല്ല സൂപ്പർ സാധനങ്ങൾ. ഇവിടെ ഒരുപാട് അത് നമ്മളെ കുട്ടികളെ ടോയ്സ് കാര്യങ്ങൾ, അതുപോലെ ചെറിയ ചെറിയ ചട്ടികൾ. നമ്മൾ പഴയ കാലത്തൊക്കെ കുഞ്ഞിച്ചോറും കൂട്ടാനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു. ഇതുപോലത്തെ ചട്ടികളുണ്ട് ഇവിടെ. ഇതവിടെ കുറേ ചട്ടികളുണ്ട്, ഒരുപാട് ചട്ടികൾ കാര്യങ്ങൾ. ഇതാ ഇവിടെ ഫുൾ ചട്ടികളൊരു ഏരിയ ആണ് കേട്ടോ. നീറിന് കാര്യങ്ങളൊക്കെ ഇല്ല, പായുണ്ട് നീറിന് കാര്യങ്ങളൊക്കെ. നമ്മളെ പായ കാര്യങ്ങള്, ഒലപ്പായ കാര്യങ്ങള്. ഇത് ഒരു കുപ്പിയിൽ ഒരു നല്ല വെറൈറ്റി ഒരു കളറുമായി, എന്താന്ന് അറിയില്ല, റോസാപ്പൂ. ഇത് മറ്റേതാണ്, വെള്ളത്തിലിട്ട പൊന്തുന്ന കളർ, പല ടൈപ്പുള്ള കളർ, പൂ മോഡലിലൊക്കെ ഉണ്ട്.
മീനിതാ മീൻ മീനുണ്ട് ഇവിടെ. പിന്നെ നീറീനുണ്ട്. എന്താണ് അതാ നല്ല ഐറ്റം കണ്ണൻ ഐറ്റംസ് കണ്ണനുണ്ട്. ഇതെന്താ റേറ്റ്? 600. പീസാണോ അതോ കിലോനോ? കിലോ. ഓക്കെ. കിലോ 600ആണത്. കണ്ണനില്ലേ? കണ്ണൻ മാത്രമേ ഉള്ളൂ. ഓലാക്കിൻ്റെ സാധനമല്ല ഇതൊക്കെ. ഇവിടെ നോക്കണം. നല്ല വലിയ കണ്ണ്. ഈ കണ്ണനക്ക് പല നാടുകളിലും പല വാക്കുകളാണ്. പിന്നെ പല പേരുകൾ പല പേരുകളാണ്. പിന്നെ അപ്പോൾ ആ കണ്ണൻ്റെ വിശേഷം കഴിഞ്ഞ് ഇനിതാ ചെറിയ ടോയ്സ് കാര്യങ്ങൾ, കുട്ടികളുടെ ടോയ്സ് കാര്യങ്ങൾ, ചെറിയ കുട്ടികൾ കുറേ ടോയ്സ് ഉണ്ട്. ഇതാണ് ഇപ്പോൾ പൂരപ്പറമ്പിൻ്റെ ഓരോരോ അവസ്ഥകൾ. വെള്ളം കുടിക്കണമെങ്കിൽ വെള്ളം അവിടെ ഉണ്ട്. പിന്നെ എന്താ പാനിപൂരിൻ്റെ പരിപാടി ഉണ്ട്. പിന്നെ നിർത്തി വെച്ചിക്കണ്. ഇന്നലെ ഓടിയിരുന്ന ആളുണ്ടായിരുന്ന ഈ ഭാഗത്ത് ആളൊക്കെ വല്ലാതെ കാണൂലല്ലോ ആൾക്കാരെ. അതടക്കൂലേ? ഈ ഒരു ഏരിയ പണ്ടൊക്കെ ആ ഭാഗത്തായിരുന്നു അല്ലേ? ആ മെയിൻ റോഡിൻ്റെ അടുത്തായിരുന്നു പണ്ട്. ആ മെയിൻ റോഡിൻ്റെ അടുത്തായിരുന്നു ഈ വക സംഭവങ്ങളൊക്കെ വന്നിരുന്നത്. ഇപ്പോൾ ഇങ്ങോട്ട് മാറിയിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇതൊക്കെയാണ് ആകെ മൊത്തം പൂരപ്പറമ്പിൻ്റെ അവസ്ഥകൾ. ഇവിടെ എന്തോ കച്ചവടം നമുക്ക് ഇവിടെ നിന്ന് പോയപ്പം. ഇവിടെ ചെറിയ ഓംലെറ്റ് കാര്യങ്ങൾ, ഇവിടെ ചെറിയ ഓംലെറ്റ് പരിപാടികളൊക്കെ ഉണ്ട്. ഒന്നും വലിയ ഒരുപാട് കച്ചവടക്കാർ ഇന്നലെ പോയിക്കണ്. ഇന്നലെ രാത്രി തന്നെ കുറേ ആൾക്കാർ പോയിട്ടുണ്ട്. തീർന്നിട്ടില്ലടാ, നേരെ വെളുക്കോളം പരിപാടി തന്നെ അല്ലേ? ഇന്നലെ ഏകദേശം ഒരു 5 മണി വരെയൊക്കെ വരവുണ്ടായിരുന്നു. ഏകദേശം ഞാൻ ഈ കാളകളൊക്കെ നിർത്തിയിട്ടുള്ള ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി നോക്കിയപ്പോൾ 4 മണിക്ക് ആ ടൈമിൽ നോക്കിയപ്പോൾ അപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. അവനെ നിർത്തി ഞാൻ പോയി കിടന്നുറങ്ങി. ഇവിടെ വെറൈറ്റി ഐസുകളുണ്ട്. ഇവിടെ കുറേ കച്ചവടങ്ങളുണ്ട്. ഇവിടെ കുറേ വേസ്റ്റുകളൊക്കെ പരത്തിയിട്ടിട്ടുണ്ട്. ഇവിടെ എന്ത് കച്ചവടമാണ്? ഇതെന്താ അത്തറുണ്ട്. അത്തറുണ്ട്. ഇവിടെ എന്താ കമ്മല് കാര്യങ്ങൾ. ഇവിടെ കുറേ കുട്ടികളെ കളിപ്പാട്ടങ്ങളുണ്ട്. ഈ ഭാഗത്തും കുറേ കളിപ്പാട്ടങ്ങളുണ്ട്. ഇവിടെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലോകം നടക്കാനുണ്ട്, ഒരു ലോകം കച്ചവടക്കാരും ഉണ്ട്. ലേഡീസിന്റെ മാലകൾ, കുട്ടികളെ പരിപാടി, കുട്ടികളെ സാധനങ്ങൾ. പിന്നെ ഇത് ചെയിന്, അതേപോലെ മോതിരം, ആ വക പരിപാടികൾ. എന്താ മഹാത്ഭുതം 10, 20, 30, 50 ഏതെടുത്താലും 10, 20, 50 LED. പിന്നെ ഇവിടെ കുട്ടികളുടെ പരിപാടികൾ ഈ ഭാഗത്ത് 2 സൈഡിലുണ്ട്. ഈ ഭാഗത്ത് വരുമ്പോൾ കുട്ടികളുടെ പരിപാടികൾ, ലേഡീസിന്റെ കമ്മല കാര്യങ്ങൾ വേറെ ഐറ്റം. ഓക്കെ. പിന്നെ മോതിരത്തിൽ പേര് ചെയ്തു. മനസ്സിലാ? ഈ ഇടയ്ക്ക് കുട്ടികളുടെ പരിപാടികൾ 2 സൈഡിലും കച്ചവടമാണ്. ഇവിടെ നമ്മളെ പൊരി, അതേപോലെ കാര്യങ്ങൾ, ജിലേബി, അതുപോലെ പല ഐറ്റം സാധനങ്ങൾ. പിന്നെ അടുത്ത സെക്ഷൻ ജിലേബി ഉണ്ട്, പൊരി ഉണ്ട്, സാധനങ്ങൾ, നുറുക്കുണ്ട്. നമ്മൾ ആ ഒരു ഭാഗം ഇങ്ങനെ റൗണ്ട് അടിച്ചിട്ട് വന്നു. ആ ഭാഗത്താണ് മെയിനായിട്ട് കച്ചവടം നടക്കണല്ലേ? ഈ ഭാഗത്ത് എന്താ സമയം? ആ ഭാഗത്ത് എന്താ വരുന്നത്? ഈ ഭാഗത്ത് കുറേ കാളകൾ നിർത്തിയിട്ടിട്ടുണ്ട്. കാളകൾ ഒരലാക്കിൻ്റെ കാള, വലിയ കാള, അവിടെ ഒരലാക്കിൻ്റെ കാള ഇല്ലേ. കാളകൾ വലിയ തലകളൊക്കെ അയച്ചിട്ട് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മളിങ്ങനെ വൈരങ്കോട് അമ്പലപ്പറമ്പിൽ
കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് അമ്പലത്തിൻ്റെ വേറൊരു ഊട്ടുപുരൻ്റെ ഭാഗം ആണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഊട്ടുപുര ആ ഭാഗത്താണ്. അമ്പലത്തിൻ്റെ മാനേജർ ഉണ്ടോ അവിടെ? ആ, പിന്നെ ഇത് ഈ ഒരു ഭാഗം. ഇതാ അമ്പലത്തിൻ്റെ ഊട്ടുപുര ആ ഭാഗത്ത് വരുന്നത്. അതിൻ്റെ ഈ ഒരു സൈഡിലാണ് കുഞ്ഞുങ്ങളെ പല ഐറ്റം തൊപ്പികൾ, നല്ല വെറൈറ്റി തൊപ്പികൾ. ഇതൊക്കെ എന്താ റേറ്റ് വരുന്നത്? 50 അല്ലേ? ഇതൊക്കെ 50 രൂപ വരുന്നത്. നല്ല വെറൈറ്റി തൊപ്പി കാര്യങ്ങൾ. കുറച്ച് ഉറക്കെ പറഞ്ഞോ. ഇത് വേറെ ഐറ്റം. ഊട്ടുപുരൻ്റെ ബാഗ് ഒരു ഭാഗം. പക്ഷെ ഇവിടെ അല്ല കേട്ടോ, നമ്മളെ വേലക്ക് ഇവിടെ അല്ല ഫുഡ് ഉണ്ടാവില്ല ആ ഭാഗത്താണ്. നമുക്ക് അവിടെ പോയേക്കാം. അപ്പോൾ ഇതെന്ത് ഊട്ടുപുരയാണ്? ഇങ്ങനെ ഒരു ഊട്ടുപുര നോർമലി ഫുഡ് കഴിക്കുന്ന വളസ്റ്റാളുകളൊന്നും കഴിഞ്ഞിട്ടില്ല. വേറെ ഭാഗത്ത് മറ്റൊരു സൈഡിൽ ഇവിടെ ഒരുപാട് കച്ചവടമുണ്ട്. 2 സൈഡിലായിട്ട് കച്ചവടമുണ്ട്. ഇവിടെ കുറേ മോതിരങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ ഇവിടെ കുട്ടികളെ കച്ചവടങ്ങളുണ്ട്. ഇവിടെ കുറേ ചെയിനുണ്ട്, വളണ്ട്, മോതിരമുണ്ട്. ലേഡീസിൻ്റെ ഐറ്റം മോതിരങ്ങൾ, വള, കാര്യങ്ങൾ. ചണ്ടകളൊക്കെ അവരെ റെസ്റ്റ് എടുക്കാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരു വിഗ്രഹമുണ്ട് ഇവിടെ. ഈ ഭാഗത്തൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്, ചായ ഓംലെറ്റൊക്കെ ഉള്ള. ഈ ഭാഗത്ത് കുറച്ച് വിഗ്രഹങ്ങൾ വെച്ചിട്ടുണ്ട്. വിഗ്രഹങ്ങളൊക്കെ ഒരുപാട് ആൾക്കാർ വാങ്ങിക്കുന്നുണ്ട്. കൃഷ്ണനുണ്ട്, അങ്ങനെ ഒരുപാട് രാധ കാര്യങ്ങൾ. ഈ ഒരു ഭാഗത്ത് വീണ്ടും ഇവിടെ ഒരുപാട് കച്ചവടങ്ങളുണ്ട്. സെയിം തന്നെയാണ്, സെയിം ടൈപ്പ് തന്നെയാണ്. ഇവിടെ ഐസ്ക്രീം ഉണ്ട്. ഈ ഭാഗത്താണ് ഇതല്ലേ ഊട്ടുപുര? ഇത് അല്ല, ഇതാണ് പ്രസാദ ഊട്ടല്ലേ? വേലക്ക് ഫുഡ് കഴിക്കുന്ന സ്ഥലം. പിന്നെ അതുപോലെ നമ്മളെ കാട്ടാളന്മാരെ കുളിപ്പിക്കുന്ന കുളം. അവിടെ പോയേക്കല്ലേ? അത് വേലൻ്റെ ഈ ഫുഡിൻ്റെ സ്ഥലം പോയേക്കാം. പ്രസാദ ഊട്ടിന് ക്യൂ നിൽക്കാനുള്ള ഒരു പന്തലാണ് ഇവിടെ. ഇത് ലേഡീസ്, ഇത് ലേഡീസിൻ്റെത്, ഇത് ജെൻസിൻ്റെ അല്ലേ? പിന്നെ പറടാ. പിന്നെ ഫുഡ് കഴിക്കുന്ന സ്ഥലം ഇവിടെ നിന്നായിരുന്നു ഫുഡ് കഴിക്കുന്നത് അല്ലേ? ഇതായിരുന്നു ഈ പ്രസാദ ഊട്ടിൻ്റെ ഒരു സ്ട്രക്ചർ. പറ, നീ ഇവിടുന്ന് എത്ര പ്രാവശ്യം കഴിച്ചു? നമ്മൾ കൊല്ലം ഞാൻ ഫുഡ് കഴിക്കലുണ്ട്. ഇപ്പോൾ ചെറുവേലൊക്കെ കഴിച്ച് വലിയ വേലൊക്കെ പിന്നെ എന്തായാലും നമുക്ക് കഴിക്കാൻ പറ്റില്ല. നല്ല തിരക്കുണ്ടാവും അല്ലേ? തിരക്കുണ്ടാവുമ്പോൾ നമുക്ക് എന്തായാലും കഴിക്കാൻ പറ്റില്ല. ഞാൻ ഇവിടുന്ന് ഒരു പ്രാവശ്യം ചെറിയ വേലൊക്കെ ഫുഡ് കഴിച്ചിരിക്കുന്നത് നമ്മൾ കൊല്ലം കഴിക്കും. കാരണം വെച്ചാൽ എന്ന് വരുമോ? അല്ല, ചൊവ്വാഴ്ച ഇല്ല, നമ്മുടെ നാട്ടിൽ ഉത്സവമല്ല. ചൊവ്വാഴ്ച എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ പറഞ്ഞു കൊടുക്കണം? ചൊവ്വാഴ്ച എന്ന് പറഞ്ഞാൽ ചെറിയ വേല. അത് നാട്ടുകാർക്കുള്ള ഒരു ഫുഡ് കഴിക്കാൻ, എന്നിട്ട് അതിന് ശേഷം ഇവിടുന്നാണ് നമ്മൾക്ക് വാഷ് ചെയ്യൽ. അപ്പോൾ ഫുഡ് ഈ പ്രാവശ്യം നമ്മൾക്ക് സ്റ്റീലിൻ്റെ പ്ലേറ്റ്, സ്റ്റീലിൻ്റെ ഗ്ലാസ്, പിന്നെ അതുപോലെ നമ്മൾ തന്നെ വാഷ് ചെയ്യണം. നമ്മൾ കഴിച്ചാൽ നമ്മൾ തന്നെ വാഷ് ചെയ്യുന്ന ഏരിയ. എന്നിട്ട് നമ്മൾ പാത്രം കഴുകിയതിന് ശേഷം ഈ ഇതിലിട്ട് കൊടുക്കുക. എന്നിട്ട് അവർ വീണ്ടും ഒന്നുകൂടെ വാഷ് ചെയ്യും. കൈ കഴുകുന്ന സ്ഥലം കാണിച്ചു കൊടുക്കുക. ഓക്കെ. പിന്നെ ഇനിയുള്ള ഇത് ഗസ്റ്റുകളും ഒക്കെ വരും. VIP ആൾക്കാർക്ക് ഫുഡ് കഴിക്കുന്ന സ്ഥലമാണ്. ഇനി നമ്മൾ പോകുന്നത് അമ്പലക്കുളത്തിലേക്കാണ്. പ്രോപ്പർ റൂട്ട് പോകണം? വേണ്ട. അത് നമ്മളെ അമ്പലക്കുളം എന്താ പറയുക, കാട്ടാളന്മാരെ കുളിപ്പിക്കുന്ന കുളമാണ്. ഇവിടെ വെച്ചിട്ടില്ല. അതെന്താ ഒരു ഇതാവൂലേ? അത് വഴിപാടാണ്. അത് പോകാൻ പറ്റുമോ? അതിനൊന്നും കുഴപ്പമില്ല. ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല. ഈ ഭാഗത്തു നിന്നാണ് കാട്ടാളന്മാരെ കുളിപ്പിക്കുന്നത്. അവിടെ കയറാൻ പറ്റുമോ? അത് കയറിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ കുറേ വന്ന് കുളിക്കുന്ന സ്ഥലമല്ലേ, ഇവിടെ കുളിക്കുന്നതാണ്. ഇതാണ് വൈരങ്കോട് അമ്പലം. വൈരങ്കോട് നമ്മളെ കാട്ടാളന്മാരെ വന്ന് കുളിക്കുന്ന അമ്പലക്കുളം സ്ഥലം. ഇവിടെയാണ് കാട്ടാളന്മാർ വന്ന് കുളിക്കുന്ന കുളം. കുളിക്കലാണോ അവർ കുളിപ്പിക്കലാണോ അങ്ങനെ റെഡി? അല്ല, കുളിക്കാനത് അങ്ങോട്ട് മാത്രമേ കുണ്ടുള്ളൂ, ഇങ്ങോട്ടൊന്നും കുണ്ടില്ല.
വേല ഇല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഞാനൊക്കെ വന്ന് കുറേ കുളിച്ചിട്ടുണ്ട് ചെറുപ്പത്തിൽ. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. നല്ല ഇതുണ്ടോ, താഴ്ച ഉണ്ടോ? അങ്ങണ്ട് അവിടെ ഉണ്ടല്ലേ? അവിടെ വന്നിക്കണല്ലോ. അടിയിൽ കുളം ഉണ്ടോ? എന്താ അതൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, എന്താ സാധനം? അത് എന്തോ കോൺക്രീറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാ അങ്ങനെയാന്ന് തോന്നുന്നു. വല്ലാതെ അങ്ങോട്ട് ഇറങ്ങേണ്ട ആവശ്യമില്ലല്ലോ കുളിക്കാൻ ഇവിടെ തന്നെ. പിന്നെ ഇവിടെ ടോയ്ലറ്റ് സൗകര്യമുണ്ട്. ഇങ്ങനെ 2 ഭാഗമായിട്ടാണ്, രണ്ട് ഭാഗമായിട്ടാണ് ഈ ഒരു കുളം ഉള്ളത്. എന്താ സമയം 2 ഭാഗം ലേഡീസ് അങ്ങനെയാണോ? അങ്ങനെയല്ല, ലേഡീസ് സ്ത്രീകളതുണ്ട്. അത് ലേഡീസ് പിന്നെ ഉള്ള സംഭവങ്ങളൊക്കെ ഉള്ള വാഷ്റൂമൊക്കെ. അത് 2 സെക്ഷൻ എന്താ? ഒന്ന് ലേഡീസിനും ഒന്ന് ജെൻസിനും അങ്ങനെയാണോ? അല്ല, അത് കാട്ടാളന്മാർ ഇതാക്കണം. അല്ലാതെ തന്നെ വന്നിട്ട് ഇങ്ങനെ കുളിക്കലുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. മെയിന് നമ്മളെ ഉത്സവത്തിന് ചെറുവേലക്കും അതുപോലെ വലിയ വേലക്കും കാട്ടാളന്മാർ വന്ന് കുളിക്കുന്ന ഒരു സ്ഥലക്കുളം, നമ്മളെ അമ്പലക്കുളം. ശരി. അപ്പോൾ നമ്മൾ അമ്പലക്കുളത്തു നിന്ന് ഇറങ്ങി വീണ്ടും ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരുപാട് കച്ചവടങ്ങളുണ്ട്. മെയിനായിട്ട് ഇന്ന് കച്ചവടങ്ങളാണ് ഇവിടെ നടക്കല്ലേ. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ച ഈ കച്ചവടക്കാർക്ക് വലിയ കച്ചവടം ഉണ്ടാവില്ല. കാരണം വെച്ചാൽ നല്ല കച്ചവടം കിട്ടുന്നത് ശനിയാഴ്ച രാവിലെ ആവും. ശനിയാഴ്ച അപ്പോൾ നമ്മൾ ഫുഡിൻ്റെ കാര്യം കുറച്ച് സംസാരിച്ച്. ഫുഡ് എന്തൊക്കെയുണ്ടാവും? ഫുഡ് പ്രസാദ വീട്ടിൽ സാധാ ചോറ്, അതുപോലെ സാമ്പാർ, പപ്പടം, ഉപ്പേരി, അച്ചാറ്. അതൊക്കെ ഫസ്റ്റിലൊക്കെ അങ്ങനെയൊക്കെ ആകുമ്പോൾ കിട്ടും. ലാസ്റ്റിലൊന്നും പിന്നെ അങ്ങനെയുള്ളതൊന്നും ഒരു ഇപ്പം അത് അന്ത്യോളം ഇപ്പം ചോറ് കൊടുക്കൂലല്ലോ. അങ്ങനെ ഒരു ടൈമില്ലേ. പിന്നെ വെള്ളിയാഴ്ച എനിക്ക് തോന്നുന്നു ടോക്കണാ തോന്നുന്നല്ലേ, ടോക്കൺ സിസ്റ്റം തോന്നുന്നു. അങ്ങനെയാണോ? അല്ലല്ല, അത് ഫുഡ് ആർക്കും വന്ന് കഴിക്കാം. അതിപ്പോ ജാതി മത കാര്യങ്ങൾ അങ്ങനെയുള്ളതൊന്നും വൈരങ്കോട് വേണമെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ സംഭവം അങ്ങനത്തെ ഒരു ഇതില്ലല്ലോ. വൈരങ്കോട് വേല എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരേപോലെയാണ്. അപ്പൊ ഫുഡ് ആർക്കായാലും മുസ്ലിമാണോ ക്രിസ്ത്യനാണോന്നൊന്നുമില്ല, ആർക്കായാലും അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാം. ഫുഡ് കഴിക്കാം, അതുപോലെ ഉത്സവം കാണാം, എല്ലാം. അതൊന്നും യാതൊരു ഇതുമില്ല. ഇപ്പൊ ഫുഡ് കഴിക്കുന്ന കാര്യത്തില് ഒക്കെ ഓക്കെയാണ്. ഇത് കാട്ടാളന്മാരെ വന്ന തൊപ്പി, അതുപോലെ അമ്പും ബില്ലും കാര്യങ്ങള് നമ്മളെ അമ്പലത്തിനുള്ളിലാണ്. കാട്ടാളന്മാരെ തൊപ്പി, അതുപോലെ അമ്പും ബില്ല് കാര്യങ്ങള്. പിന്നെ ഇവിടെ ഇന്നലെ വന്ന അമ്പും ബില്ല് ആവാൻ സാധ്യത. വലിയ വേലക്ക് വന്ന പിന്നെ ചെറുവേലക്കുള്ളത് വേറെ ഉണ്ടാവും. ഇത് വലിയ വേലക്ക് മാത്രം ആയിട്ട് വന്നേ. അങ്ങനെ പറ. ഇത് അപ്പൊ എന്താണ് ഇത്? പൂജക്ക് വെക്കണം എന്താ അവരെ? പിന്നെ ഇത് നമ്മളെ അമ്പലത്തില് ഇന്നലെ വന്ന നമ്മളെ കൊടി കാര്യങ്ങള്, വട്ടക്കൂറ എന്ന് പറയില്ല ഇതിന്? നമ്മളെ കൊടി കാര്യങ്ങള്, പിന്നെ വട്ടക്കൂറ തന്നെയല്ലേ അതിന് പറയാം. അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ വെക്കൂലേ? ഒക്കെ ഇവിടെ അമ്പലത്തില് ഏൽപ്പിക്കുന്നല്ലോ. വരവ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ അമ്പലത്തിന്റെ ഉള്ളാണിത്, വൈരങ്കോട് അമ്പലത്തിന്റെ ഉള്ളാണിത്. നമ്മൾ ഏത് ഭാഗത്തേക്ക് പോവാ? നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ലല്ലോ. ഇപ്പൊ ഏകദേശം ഇനി ഒന്ന് എല്ലാ ഭാഗവും നമ്മൾ കണ്ടില്ലേ? എല്ലാ ഭാഗങ്ങളും ഇപ്പൊ നിങ്ങളും കണ്ടിട്ടുണ്ടാവും. വൈരങ്കോട് ഭാഗം കാര്യങ്ങള് നമ്മള് വന്നൊരു വഴി തന്നെയാണ്. പക്ഷെ നമ്മള് ഒരു സ്ഥലം വിട്ടുപോയിട്ടുണ്ട്, അമ്പലത്തിന്റെ ഈ ഒരു സൈഡിൽ. പിന്നെ നമ്മൾ കണലാട്ടത്തിനെ പറ്റി പറഞ്ഞിട്ടില്ല. അപ്പൊ അതും വിട്ടുപോയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ ഭാഗത്ത് പോവാം. ഈ അമ്പലത്തിന്റെ ചുറ്റുഭാഗത്തും കാളകൾ വെച്ചിട്ട് ഇവര് ഈ അമ്പലത്തിന്റെ അതിനെ പറ്റി ഒന്ന് പറഞ്ഞു കൊടുത്ത സമയം. എല്ലാ കാളകളും അമ്പലത്തിൽ എത്തിയതിന്റെ ശേഷം ചുറ്റുഭാഗത്ത് നിർത്തൂലേ? അത് എല്ലാ വരവുകളും. പിന്നെ വെച്ചാൽ ഇപ്രാവശ്യം ഒരുപാട് കാളുള്ള കാരണം കൊണ്ട് പിന്നെ നമുക്ക് ലേറ്റ് ആയി. പക്ഷെ നമുക്ക് കാള എണ്ണാൻ പറ്റൂല, അത്രക്കും കാളാണ് ഇപ്രാവശ്യം.
സെമി ഇവിടെ ഇന്നലെ ഫുള്ള് ഇവിടെ തന്നെ അല്ലേ ഏറ്റെടുത്തൊക്കെയാണ്. ഇത് ഇതാണ് നമ്മളെ കള്ളാട്ടക്കുഴി എന്ന് പറയും. അത് വീരിച്ചെടുക്കും സെമി. ഓരോ പറഞ്ഞോ ഇജ്ജ് പറഞ്ഞോ പറ. നമ്മളെ കള്ളാട്ടക്കുഴിയാണിത്. അപ്പോൾ ഒരുപാട് ആർക്കെങ്കിലും അസുഖങ്ങൾ കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ മനസ്സിൽ എന്താണ് ഉദ്ദേശം കാര്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ അത് വരും കൂടെ അമ്മ എല്ലാ കാര്യങ്ങളും നിറവേറ്റി തരും. ഇപ്പോൾ കടുക് കയറിയ നമ്മളെ ശരീരത്തിൽ ഒഴിഞ്ഞിട്ട് ഇപ്പോൾ കടുക് ആർക്കും എറിയ അങ്ങനെയുള്ള ഇതൊന്നും. എന്താ കണലാട്ടം എന്ന് പറഞ്ഞാൽ എന്താ സംഭവം സെമിയ? കള്ളാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രാവിലെ നടക്കുന്ന എന്താണ് ഇത് ആദ്യമായിട്ട് കാണുന്ന ഒരാൾക്ക് എന്താണെന്ന് അറിയണമെങ്കിൽ എങ്ങനെ പറഞ്ഞു കൊടുക്കുക? അതായത് ഇവിടെ വിറകുണ്ടാവും, വിറക് വെച്ചിട്ട് അത് കത്തിക്കും. എന്നിട്ട് ആ കത്തിച്ചിട്ട് ഇവർക്ക് കുറച്ച് ഇതിനോട് ബന്ധപ്പെട്ട ആൾക്കാർ ഇങ്ങനെ കണലിൽ കൂടെ ഇങ്ങനെ നടന്നു പോകും. അത് സുരേട്ടാ ഒന്ന് ഒരു ഇത് വ്യക്തമാക്കാൻ ഇല്ല. സുരേട്ട തിരക്കിലാണ്, ആള് തിരക്കിലായതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ വൈരങ്കോടിൻ്റെ എല്ലാ ഭാഗങ്ങളും ചുറ്റി കറങ്ങി ഇവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും അപ്പോൾ വൈരങ്കോടിൻ്റെ അടുത്ത ഈ ഒരു റോഡാണ് ഇത്. നമ്മളെ കുറ്റൂർ ഭാഗത്തുനിന്ന് വരുന്ന ഇങ്ങനെ കുറ്റൂർ ഭാഗത്തുനിന്ന് വരുന്ന റോഡാണ്. എന്നിട്ട് ഈ റോഡ് ഇത് നേരെ ഇങ്ങനെ പട്ടർക്കാവിലേക്ക് പോകുന്ന റോഡാണ് ഈ റോഡ്. റോഡ് ആളുകളൊക്കെ കൊണ്ടുപോവാണ്, വണ്ടികളൊക്കെ ഇപ്പോൾ ഓപ്പണാണ്. ഇന്നലെ രാത്രി ഓപ്പൺ അല്ല. ഇത് നമ്മളെ വൈരങ്കോട് അയ്യപ്പൻ വിളക്ക് കമ്മിറ്റി വക തെക്കേ ഗോപുരം സമർപ്പണം. നമ്മളിവിടെ വൈരങ്കോട്ടത്തെ എന്താ പറയാ അയ്യപ്പൻ വിളക്ക് നടത്തുന്ന കമ്മിറ്റിക്കാര് ഉണ്ടാക്കിയ ഗോപുരാണിത്. അവരെ വകയാണ് ഈ ഗോപുരം. എന്തായാലും സൂപ്പർ ആയിക്കണ്. അപ്പോൾ ഇതാണ് ഈ അമ്പലത്തിൻ്റെ ആകമൊത്തവും നമ്മളൊരു ചുറ്റുഭാഗം കാണിച്ചിട്ടുള്ളൊരു വ്ളോഗ് നമ്മൾ ചെയ്തിട്ടുണ്ട്. നാട്ടിലത്തെ കുട്ടികളാണ്, വൈരങ്കോട്ടത്തെ കുട്ടികളാണ് ഇതൊക്കെ. നമ്മളെ വൈരങ്കോട്ടത്തെ അപ്പോൾ നമ്മള് വൈരങ്കോടിൻ്റെ അപ്പോൾ ഇതാണ് ഇന്നത്തെ ഈ ഒരു വ്ളോഗ്. ഇത് വൈരങ്കോടിൻ്റെ ശനിയാഴ്ച രാവിലത്തെ കാഴ്ചകളാണ് ഈ ഒരു വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇതൊരു ഞങ്ങൾ എഡിറ്റിങ്ങോ സംഭവങ്ങളൊന്നും ഇല്ലാതെ പക്ക നാച്ചുറലായിട്ട് എങ്ങനെ ഒരു വ്യക്തി ഇവിടെ വൈരങ്കോട് പൂരപ്പറമ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തി എങ്ങനെ ഈ അമ്പലപ്പറമ്പ് കാണും, ആ ഒരു രീതിയിലാണ് ഞങ്ങൾ ഈ ഒരു വ്ളോഗ് ചെയ്തിട്ടുള്ളത്. എൻ്റെ കൂടെ ഉള്ളത് സെമിയാണ്. അപ്പോൾ സെമിനെ ഇനിയും നിങ്ങൾക്ക് ഈ വ്ളോഗിൽ കാണാം. ഞങ്ങൾ പല വ്ളോഗുകളും വരുന്നുണ്ട്. അപ്പോൾ വീണ്ടും മറ്റൊരു വ്ളോഗിൽ ഞങ്ങളെ കാണുന്നത് വരെ it's me Akbar Kotar and this is Semi Vairangod. Bye bye.